ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സൈക്കോളജിയുടെ ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂളിന്റെ നോട്ട് എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക, പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൂടാതെ അടുത്തത് എന്താന്ന് നമുക്കൊന്ന് നോക്കാം. The methods and instruments of child study. In this presentation, we will explore the methods of instruments used in the study child development. Psychological study about the children was initiated by G. Hanley B. stimulated an interest in the subject. അതായത് എന്താണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്? കുട്ടികളെ കുറിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡി അല്ലെ ആരംഭിച്ചത് ആരാണ്? ജി സ്റ്റാൻലി ഹാൾ ആണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ കൂടുതലായിട്ടും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. സയന്റിഫിക് ആയ ഒരു രീതിയിലാണ് അദ്ദേഹം കൂടുതലായിട്ട് സ്ഥിരീകരിച്ചിരുന്നത്. അതേപോലെ തന്നെ ക്രോസ് സെക്ഷൻ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച്. ക്രോസ് സെക്ഷൻ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്രോസ് സെക്ഷണൽ ആണ്. ക്രോസ് സെക്ഷണൽ അപ്രോച്ച്. ദ ക്രോസ് സെക്ഷണൽ അപ്രോച്ച് മെനി ഗ്രൂപ്പ്സ് ആർ ടേക്കൺ ഫോർ ദ സ്റ്റഡി ഡ്യൂറിങ് എ ഷോർട്ട് സ്പാൻ. എന്താ പറയുക, ഒരു ചെറിയ കാലയളവിൽ നിരവധി ഗ്രൂപ്പുകളെ എടുത്ത് പഠനത്തിനായി എടുക്കുന്നതിനെയാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ. രണ്ട് രീതിയിലാണ് നമ്മൾ ഈ സ്റ്റഡിയെ നമ്മൾ തിരിച്ചിരിക്കുന്നത്, ക്രോസ് സെക്ഷണൽ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച്. ഈ ക്രോസ് സെക്ഷണൽ അപ്രോച്ച് മെനി ഗ്രൂപ്പ്സ് ആർ ടേക്കൺ ഫോർ ദ സ്റ്റഡി ഡ്യൂറിങ് ദ ഷോർട്ട് സ്പാൻ. അല്ലെ, ഒരു ചെറിയ കാലയളവിൽ അല്ലെങ്കിൽ ചെറിയ ടൈം പീരീഡിനുള്ളിൽ വിവിധതരം ഗ്രൂപ്പുകളെ നമ്മൾ പഠനത്തിനായി എടുക്കുന്നതിനെയാണ് ക്രോസ് സെക്ഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച്? റീ എക്സാമിനിങ് ദി സെയിം ചിൽഡ്രൻ ത്രൂ ഔട്ട് ദ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ് ഇയേഴ്സ് ഇസ് കോൾഡ് ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച്. അതായത് കുട്ടിക്കാലത്തിലും കൗമാരത്തിലും ഓരോ കുട്ടികളെ പറ്റിയും അവരുടെ ഡെവലപ്മെന്റിനെ പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ ലോങ്ങിറ്റ്യൂഡിനൽ അപ്രോച്ച് എന്ന് വിളിക്കുന്നത്. ഇത് കുട്ടിയുടെ ഓവറോൾ ഡെവലപ്മെന്റിനെ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് സാധിക്കുമെന്നാണ് ഇതിന്റെ അകത്തൂടെ പറയുന്നത്. അതേപോലെ തന്നെ ടെക്നിക്സ്, പലതരത്തിലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട് ചൈൽഡ് ഡെവലപ്മെന്റ് സ്റ്റഡിക്ക്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ അകത്ത് വരുന്നത്. ഫസ്റ്റ് വൺ ആണ് ഒബ്സർവേഷൻ, സെക്കൻഡ് വൺ കേസ് സ്റ്റഡി, ആൻഡ് തേർഡ് വൺ ഇന്റർവ്യൂ, ആൻഡ് ഫോർത്ത് വൺ എക്സ്പെരിമെന്റേഷൻ. ഈ എക്സ്പെരിമെന്റേഷൻ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അത് നമുക്ക് പിന്നീട് വരാം. ദ ഒബ്സർവേഷൻ മെത്തേഡ്. ഒബ്സർവേഷൻ മെത്തേഡ് എന്താണ്? ഒബ്സർവേഷൻ മെത്തേഡ് ഒരു സ്റ്റഡി നടത്തുന്നതിന് ഓരോ കാര്യങ്ങൾ നിരീക്ഷിച്ച് വേണം. ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ കേസ് സ്റ്റഡി. നെക്സ്റ്റ് ആണ് കേസ് സ്റ്റഡി വരുന്നത്. കേസ് സ്റ്റഡി എന്താ? തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളൊരു തിരഞ്ഞെടുക്കുന്ന ഓരോ ഇൻഡിവിജ്വൽ ആണെങ്കിലും ഒരു വ്യക്തികളെയും അവരുടെ പെരുമാറ്റ രീതികളെയും പറ്റി ഒരു നിശ്ചിത സമയത്തേക്ക് പഠിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ കേസ് സ്റ്റഡി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതാണ് ഇന്റർവ്യൂ മെത്തേഡ്. അല്ലെ, നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫേസ് ടു ഫേസ് കോൺടാക്റ്റിലായിരിക്കും ഇന്റർവ്യൂ മെത്തേഡ് വരുന്നത്. അതെങ്ങനെയാണ്? നമ്മൾ ചോദ്യോത്തരങ്ങൾ വഴിയായിരിക്കും. അല്ലെ, ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നത്. അടുത്തതാണ് എക്സ്പെരിമെന്റേഷൻ. എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ സയന്റിഫിക് ആയിട്ട് അതേപോലെ ഒരു അസംഷൻ നടത്തിയിട്ട് അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിക്കൽ ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്തിട്ട് ആയിരിക്കും എന്താ എക്സ്പെരിമെന്റ് നടത്തുന്നത്. ഹൈപ്പോത്തറ്റിക്കൽ നമ്മൾ ഊഹിച്ച് പറയുകയാണ് ഇങ്ങനെ ആയിരിക്കാം എന്ന് നമ്മൾ പറയാം. അങ്ങനെയാണ് ഒരു റിസർച്ചേഴ്സ് എക്സ്പെരിമെന്റ് നടത്തുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അല്ലെ, അപ്പം ഈ പരീക്ഷണത്തിൽ കുറഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു എക്സ്പെരിമെന്റേഷനിൽ കുറഞ്ഞത് രണ്ട് സെറ്റ് ഓഫ് വേരിയബിൾസ് ആയിരിക്കും ഉള്ളത്. ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ്. ഇതിൽ പറയുന്നത് എന്താണ്? കുട്ടിയുടെ പെരുമാറ്റം എപ്പോഴും എങ്ങനെയായിരിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളിപ്പോ ചൈൽഡ് സ്റ്റഡി ആണ് എടുക്കുന്നത്, അല്ലെ, അത് കുട്ടിയുടെ പെരുമാറ്റം എപ്പോഴും ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. പക്ഷെ അതേസമയം ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്താ അവിടെ ചെയ്യുന്നത്? ഡിപ്പെൻഡന്റ് വേരിയബിളിനെ നിയന്ത്രിക്കാൻ സാധ്യതയുള്ള ഒരു വേരിയബിൾ ആണ് ഏത് വേരിയബിൾ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അതേസമയം എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിളിനെ നമ്മൾ നിയന്ത്രിക്കാൻ സാധ്യതയുള്ള വേരിയബിളിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊന്ന് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നതിനാണ് നമ്മൾ ഈ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഈ വേരിയബിൾസിനെ തന്നെ രണ്ട് സബ് ഗ്രൂപ്പ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എക്സ്പെരിമെന്റൽ ഓർ കൺട്രോൾഡ് ഗ്രൂപ്പ്. അപ്പൊ എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾഡ് ഗ്രൂപ്പ് എക്സ്പെരിമെന്റിലൂടെ അല്ലെങ്കിൽ നമ്മളൊരു ഗ്രൂപ്പ്സിനെ എടുത്ത് നമ്മൾ അതിനെ വെച്ചിട്ട് എക്സ്പെരിമെന്റ് ചെയ്യുന്നു. അങ്ങനെ പല രീതിയിലായിട്ടാണ് എക്സ്പെരിമെന്റ്സ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്ട്രുമെന്റ്സ് ഓർ ടൂൾ സ്റ്റഡീഡ് ഇൻ ദി യൂസ്ഡ് ഇൻ ദി സ്റ്റഡീസ്.
ഓക്കെ, അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഏതൊക്കെ ടൂൾ ആണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ അനക്ഡോട്ടൽ റെക്കോർഡ്സ്, സെക്കൻഡ് വൺ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് ആൻഡ് ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ. ഈ രീതിയിലാണ് നമ്മൾ ഒരു സ്റ്റഡി നടത്തുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയൊക്കെ നമുക്ക് ഡേറ്റാസ് കളക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ അനക്ഡോട്ടൽ റെക്കോർഡ്സ് എന്താന്ന് വെച്ചാൽ ഇതുകൊണ്ട് കുട്ടിയുടെ ബിഹേവിയർ രേഖപ്പെടുത്തുക, അല്ലെ, ഇതിലൂടെ നമ്മൾ കുട്ടികളുടെ ബിഹേവിയർ ആണ് ഈ രേഖപ്പെടുത്തുന്നത് അനക്ഡോട്ടൽ റെക്കോർഡ്സ് വഴി. അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ്സ് വഴി കുട്ടിയെ സംബന്ധിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും അതായത് അടങ്ങിയിരിക്കും, അല്ലെ. അത് കുട്ടിയുടെ ഇപ്പം കുടുംബത്തിനെ പറ്റിയായിരിക്കാം, ചിലപ്പോൾ ഹെൽത്തിനെ പറ്റിയിട്ടായിരിക്കാം, ഫിസിക്കൽ ഗ്രോത്തിനെ പറ്റിയിട്ടായിരിക്കാം, അക്കാഡമിക്കിനെ പറ്റിയിട്ടായിരിക്കാം, പേഴ്സണാലിറ്റിയെ പറ്റിയായിരിക്കാം, ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ടായിരിക്കും, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ്സിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടുത്താണ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ചില ഡോക്യുമെന്റ്സിന്റെ പ്രസൻസ് ഇല്ലെങ്കിൽ, അല്ലെ, പ്രസൻസ് ഇല്ലെങ്കിൽ അത് ആബ്സെൻസിലാണെങ്കിലും നമുക്ക് രേഖപ്പെടുത്താനായിട്ട് സാധിക്കുന്നതിനാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്നുകൊണ്ട് പറയുന്നത്. ചില ഡോക്യുമെന്റ്സ് നമുക്ക് പ്രസൻസിലില്ല, പക്ഷെ അല്ലെങ്കിൽ ആബ്സെൻസ് ആയിട്ടാണ് അത് കാണുന്നതെങ്കിൽ നമുക്ക് അതിനെ രേഖപ്പെടുത്താനായിട്ട് സാധിക്കും ഈ റെക്കോർഡ്സ് വഴി. അതേപോലെ തന്നെ അതായത് ഇത് കുട്ടികളെ കുറിച്ചുള്ള എല്ലാ വസ്തുക്കളും കൂടുതൽ സമയം കളയാതെ തന്നെ നമുക്ക് ചെക്ക് ലിസ്റ്റ് വഴിയാണ് നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്നത്. അതുകൂടാതെ റേറ്റിംഗ് സ്കെയിൽ, നിലവിലുള്ളതിനേക്കാൾ നിലവാരം, അതായത് ഇപ്പൊ ഉള്ളതിന്റെ നമ്മളൊന്ന് ഇപ്പൊ എങ്ങനെയാണ് അതിന്റെ റേറ്റിംഗ് സ്കെയിൽ, അല്ലെ, ഈ ഇപ്പൊ ഉള്ള നിലവാരം എങ്ങനെയാണ്, അതിനുശേഷമുള്ള നിലവാരം എങ്ങനെയാണ്, അപ്പൊ റേറ്റ് ചെയ്തിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റേറ്റിംഗ് സ്കെയില്. അതെ, അത് ഒരു ഗവേഷണം അല്ലെങ്കിൽ ഒരു ടീച്ചറിനായാലും ഒരു ഗവേഷണനായാലും ഈ ഒരു റേറ്റിംഗ് സ്കെയിലൂടെ പെട്ടെന്ന് ഒരു കുട്ടിയുടെ മാർക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഈ ഒരു മൊഡ്യൂളിന്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ഒരു മൊഡ്യൂളാണ്. എല്ലാവരും നോക്കുക, ഇതിന്റെ ക്ലാസ്സുകൾ കാണാൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.